ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് ഇനിയുള്ള കാലം ബ്രിട്ടീഷ് പാദസേവ നടത്തി ജീവിച്ചുകൊള്ളാം എന്ന് പറഞ്ഞാണ് സവർക്കർ ബ്രിട്ടീഷുകാരിൽ നിന്ന് മാപ്പ് വാങ്ങി പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ നോക്കിയാൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച നിലപാട് കൂടിയാണ് സംഘപരിവാറിന് കാണാൻ കഴിയുക. നമുക്കറിയാം, രാജ്യത്ത് വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രാജ്യമാകെ വലിയ തോതിലുള്ള ഉത്കണ്ഠയിലാണ്. ഇവിടെ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റാണ് രാജ്യത്ത് ഇപ്പോൾ അധികാരത്തിലുള്ളത്. BJP എന്നത് സാധാരണ നിലക്കുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകത മറ്റെല്ലാ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായതാണ് ആ പാർട്ടി എന്നതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യങ്ങൾ സാധാരണ നിലയിൽ ആ രാഷ്ട്രീയ പാർട്ടി തന്നെ തീരുമാനിക്കുകയാണ് ചെയ്യുക. പക്ഷെ BJPക്ക് മറ്റൊരു നേതൃത്വമുണ്ട്. RSSൻ്റെ നേതൃത്വം അംഗീകരിച്ച പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ RSSൻ്റെ നയമാണ് BJP നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. RSS നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങൾക്കും എതിരായി നിൽക്കുന്ന ഒരു സംഘടനയാണ്. അവർക്ക് പ്രത്യേകമായ അജണ്ടയുണ്ട്. തീർത്തും വർഗീയമായാണ് കാര്യങ്ങൾ കാണുന്നത്. വർഗീയ നിലപാടുകളെ അവർക്കുള്ളൂ. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം ഏറ്റവും മൂർച്ഛിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് RSSൻ്റെ ജനനം. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഒരു ഘട്ടത്തിലും RSS നിന്നിട്ടില്ല. മാത്രമല്ല, RSSൻ്റെ തലവൻ ഗോൾവാൾക്കർ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടുന്ന യുവാക്കളോട് ഉപദേശിച്ചിരുന്നത് നിങ്ങളുടെ യൗവനം വൃഥാ കളയരുത് എന്നാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് നിങ്ങളുടെ യൗവനം വൃഥാ കളയരുത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു RSSൻ്റെ നിലപാട്. നമ്മുടെ രാജ്യത്തെ വിവിധ ധാരകൾ എല്ലാം ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഉൾച്ചേർന്നിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ദേശീയ പ്രസ്ഥാനം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള ഒരു മഹാപ്രസ്ഥാനമായി മാറിയത്. അതിലൂടെയാണ് സ്വാതന്ത്ര്യം നേടാൻ നമുക്ക് കഴിഞ്ഞത്. ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ സാധിച്ചത്. ഈ കാര്യത്തിൽ RSSനും സംഘപരിവാറിനും വ്യത്യസ്തമായ നിലപാടായിരുന്നു. അവർ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന അഭിപ്രായക്കാരായിരുന്നില്ല.
ആ അഭിപ്രായം അവർ അവരുടെ മനസ്സിൽ സൂക്ഷിക്കുക മാത്രമല്ല ചെയ്തത്. ആ കാലത്ത് ബ്രിട്ടീഷ് വൈസ്രോയിയെ കണ്ട് ഞങ്ങൾക്ക് നിങ്ങൾക്കെതിരായ നിലപാടില്ല, ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല, നിങ്ങളിവിടെ തുടരുന്നതിന് ഞങ്ങളെതിരല്ല എന്ന വിവരം അറിയിച്ചവരാണ് സംഘപരിവാർ നേതാക്കൾ. മാത്രമല്ല, സ്വാതന്ത്ര്യസമര ഘട്ടത്തിൽ ഒരു സന്ദർഭത്തിൽ അറസ്റ്റിലായ സംഘപരിവാറിൻ്റെ ഒരു നേതാവായിരുന്നു സവർക്കർ. അന്തമാൻ ജയിലിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോൾ അന്തമാനിൽ ഒട്ടേറെ സ്വാതന്ത്ര്യ സേനാനികൾ എത്തിപ്പെട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നവർ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചുകൊണ്ടുള്ള സമര വളണ്ടിയറായി ചേർന്നതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന ഏത് ശിക്ഷയും സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുകയാണ് ചെയ്തിരുന്നത്. ചിലപ്പോൾ തൂക്കുകയർ ലഭിച്ചവരുണ്ട്, ജീവൻ വെടിയേണ്ടി വന്നവരുണ്ട്. അങ്ങനെ അവരൊന്നും പതറിയിരുന്നില്ല. ദീർഘകാലം അന്തമാനിൽ കഴിയേണ്ടി വന്നവരുണ്ട് അവിടുത്തെ പ്രതികൂല സാഹചര്യത്തിൽ. അവരെല്ലാം അവിടെ തന്നെ കഴിയുകയായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് ഇനിയുള്ള കാലം ബ്രിട്ടീഷ് പാദസേവ നടത്തി ജീവിച്ചുകൊള്ളാം എന്ന് പറഞ്ഞാണ് സവർക്കർ ബ്രിട്ടീഷുകാരിൽ നിന്ന് മാപ്പ് വാങ്ങി പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ നോക്കിയാൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച നിലപാട് കൂടിയാണ് സംഘപരിവാറിന് കാണാൻ കഴിയുക.